നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൊറാറ്റഡിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. ലൊറാറ്റഡിൻ എന്ന് പറയുന്നത് എന്ത് ഡ്രഗാണ്? അതൊരു സെക്കൻഡ് ജനറേഷൻ ആൻറ്റി ഹിസ്റ്റമിൻ ഡ്രഗാണ്. സെലക്റ്റീവായിട്ട് H1 റിസപ്റ്ററിനെ ആൻറ്റഗണൈസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ H1 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റി ഹിസ്റ്റമിൻ. ആൻറ്റി ഹിസ്റ്റമിൻ എന്താണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അലർജീസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. ലൊറാറ്റഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രോ ഡ്രഗ്, അതുപോലെ ലെസ് സെഡേഷൻ കൊടുക്കുന്ന ഡ്രഗാണ് ലൊറാറ്റഡിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലൊറാറ്റഡിൻ ഒരു പ്രോ ഡ്രഗാണ്. അത് ആക്റ്റീവ് ആവുന്നത് ഡെസ് ലൊറാറ്റഡിൻ ആയിട്ട് കൺവേർട്ട് ആവുമ്പോഴാണ്. ഓക്കെ, നമുക്ക് സ്ട്രക്ചറിലോട്ട് പോകാം. സ്ട്രക്ചറിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ട്രൈസൈക്ലിക് കോമ്പൗണ്ട് ആണ്. ട്രൈസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? 3 സൈക്കിൾസ് ഉണ്ടാവും. 3 സൈക്കിളിൽ ഫസ്റ്റ് വൺ 2 6 മെമ്പേർഡ് റിങ്ങിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു 7 മെമ്പേർഡ് റിങ് വരുന്നതാണ് ലൊറാറ്റഡിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഒരു 6 മെമ്പേർഡ് റിങ്, 7 മെമ്പേർഡ് റിങ് ആൻഡ് എ 6 മെമ്പേർഡ് റിങ്. രണ്ടറ്റത്തുള്ളത് ബെൻസീനാണ്. ആൻഡ് നമുക്ക് എന്താ പറയാം, ഈ തേർഡ് വരുന്ന ബെൻസിൻ റിങ് ഒരു നൈട്രജൻ ആറ്റം കണ്ടെയ്നിങ് ആണ്, അതായത് പിരിഡിൻ റിങ് ആണ്. ആൻഡ് ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിലുള്ള ബെൻസീനിൻ്റെ മുകളിൽ ഒരു ക്ലോറിൻ ഗ്രൂപ്പ് ഉണ്ട്. ഇത്രയും ഓർത്ത് വെക്കുക. ഒരു 3 സൈക്കിൾ കണ്ടെയ്നിങ് ആയിട്ടുള്ള ട്രൈസൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. 2 6 മെമ്പേർഡ് റിങ്ങിൻ്റെ നടുക്കിലായിട്ട് ഒരു 7 മെമ്പേർഡ് റിങ് ഉണ്ട്. ആൻഡ് തേർഡ് വണ്ണിൽ ഒരു നൈട്രജൻ ആറ്റം ഉണ്ട്. ഫസ്റ്റ് വണ്ണിൽ ഒരു ക്ലോറിൻ ആറ്റം ഉണ്ട്. ആൻഡ് ദിസ് ഈസ് കണക്റ്റഡ് ടു എ പൈപ്പിരിഡിൻ റിങ്. പൈപ്പിരിഡിൻ റിങ് എന്ന് പറയുമ്പോൾ എന്താണ്? 6 മെമ്പേർഡ് ആയിട്ടുള്ള റിങ് വിത്ത് എ നൈട്രജൻ ആറ്റം, അതായത് അൺസാച്ചുറേഷൻ ഒന്നുമില്ല, ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള 6 മെമ്പേർഡ് റിങ് വിത്ത് എ നൈട്രജൻ ആറ്റം, അതിനാണ് നമ്മൾ പൈപ്പിരിഡിൻ എന്ന് പറയുക. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ ഒരു പൈപ്പിരിഡിൻ റിങ് ഉണ്ട്. അതിലേക്ക് കണക്ട് ചെയ്യുന്നത് ഒരു ഡബിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ട് വിച്ച് ഗെറ്റ്സ് കണക്റ്റഡ് ടു ദാറ്റ് പൈപ്പിരിഡിൻ റിങ്. ഓക്കെ, ഇനി ഈ പൈപ്പിരിഡിൻ റിങ്ങിൽ നിന്ന് ഒരു ഈഥൈൽ കാർബമേറ്റ് ഗ്രൂപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈഥൈൽ കാർബമേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈഥൈൽ കാർബമേറ്റ് സൈഡ് ചെയിൻ, കാർബമേറ്റ് COO, ഈഥൈൽ C2H5, 2 കാർബൺ ആറ്റമായിട്ടുള്ള CH2 CH3, ഈഥൈൽ കാർബമേറ്റ്. അപ്പോൾ C ഡബിൾ ബോണ്ട് O C2H5. ഇതാണ് സ്ട്രക്ചർ ഓഫ് ലൊറാറ്റഡിൻ. ഇതിൽ നിന്ന് ഈ ഈഥൈൽ കാർബമേറ്റ് റിങ് റിമൂവ് ചെയ്യുമ്പോൾ അതെന്താവും? റിമൂവ് ചെയ്ത് ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഡെസ്ലൊറാറ്റഡിൻ. ഡെസ്ലൊറാറ്റഡിൻ ആണ് മോർ ആക്റ്റീവ് ആയിട്ടുള്ള ഫോം. സോ ഇതിൻ്റെ മെറ്റബോളിസം സൈറ്റോക്രോം P3A4 ആണ് ഇതിൻ്റെ മെറ്റബോളിസത്തിൽ മേജറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മൈനറായിട്ട് ആരും കൂടി ഉണ്ട്? സൈറ്റോക്രോം P2D6 കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങൾ 3 സൈക്കിൾ, 2 6 മെമ്പേർഡ്, ഇൻ ബിറ്റ്വീൻ ഒരു 7 മെമ്പേർഡ്, 6 മെമ്പേർഡ് തേർഡ് 6 മെമ്പേർഡ് റിങ്ങിൽ നൈട്രജൻ, ദാറ്റ്സ് എ പിരിഡിൻ റിംഗ് ആണ്. ഇനിഷ്യലി ഒരു ക്ലോറിൻ ആറ്റം വരുന്നുണ്ട്. ഡബിൾ ബോണ്ട് വെച്ച് ബ്രിഡ്ജ് ചെയ്തിട്ട് ആരുണ്ട്? പൈപ്പിരിഡിൻ ഉണ്ട്. പൈപ്പിരിഡിൻ്റെ മുകളിൽ ഒരു ഈഥൈൽ കാർബമേറ്റ് റിംഗ് ഉണ്ട്. ഈഥൈൽ കാർബമേറ്റ് റിംഗ് ഓർത്ത് വെക്കാൻ എന്ത് ചെയ്യാം? C ഡബിൾ ബോണ്ട് COOH എന്ന് പറഞ്ഞതിന് പകരം COOH എന്ന് വരാൻ ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, C2H5. ദാറ്റ്സ് ഓൾ അബൌട്ട് ലൊറാറ്റഡിൻ.